വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. ടി വി പ്രസാദ് ഇരിക്കുന്നു. ടി വി പ്രസാദ് ആയിരിക്കുന്നു ഞങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ മാപ്ര എന്ന വിളി സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേട്ടത്. ആ വിളി അന്തസ്സോടുകൂടി തന്നെയാണ് നമ്മൾ അത് ഏറ്റെടുക്കുന്നത്. ആ പണി നല്ല വൃത്തിയായിട്ട് വെടുപ്പായിട്ട് ടി വി പ്രസാദ് ചെയ്യുന്നുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ. അപ്പോൾ ടി വി പ്രസാദ് വളരെ സന്തോഷം. SIT നമ്മൾ ഉദ്ദേശിച്ചതിനും അപ്പുറത്തേക്കുള്ള തലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഒട്ടേറെ ഇമ്പാക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ടി വി പ്രസാദ്. ചുരുക്കി ഒന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം എങ്ങനെയാണ് ടി വി പ്രസാദ് ഓർമ്മിച്ചെടുക്കുന്നത്? ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, വാർഷികാശംസകൾ. ആരുണ് പറഞ്ഞതുപോലെ SIT നന്നായിട്ട് ഏശിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യം അനിൽ സാറാണല്ലോ ഈ ഐഡിയ പറയുന്നത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് കേരളീയ സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനമായി മാറി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കതിൽ ഒരുപാട് വാർത്തകളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇപ്പോഴും പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT എന്ന വാക്ക്. അതുകൊണ്ട് തന്നെ എന്നെ CID മാപ്ര എന്നൊക്കെ ചിലർ വിളിക്കാറുണ്ട്. അതിലെല്ലാം സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ അരുണ് പറഞ്ഞു തുടങ്ങിയതുപോലെ മാപ്ര എന്നുള്ള വിളി ഏറ്റവും കൂടുതൽ വിളിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ 13 വർഷം ഏഷ്യാനെറ്റിൽ ജോലി ചെയ്ത് 13 വർഷം കേൾക്കുന്നതിനേക്കാളും വലിയ തെറിവിളി ഈ ഒരു വർഷത്തിനിടയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അംഗീകാരം തന്നെയാണ്. കാരണം അത്രത്തോളം ഇതെല്ലാം എത്തേണ്ടടുത്ത് എത്തി എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോഴെല്ലാവർക്കും ഉള്ളൊരു സംശയം, ഏഷ്യാനെറ്റിൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം, എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് എന്നുള്ളതാണ്. ഏഷ്യാനെറ്റിൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് വരുമ്പോഴുണ്ടായ മനസ്സിലുണ്ടായ ഒരു പ്രതീക്ഷ അതിനേക്കാളും കാര്യങ്ങൾ ചെയ്യണം, എന്നും ഒരുപാട് വാർത്തകൾ ചെയ്യണം എന്ന ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ കൊടുത്തതൊന്നും പോരാ, പിന്നെയും 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 ആവശ്യപ്പെടുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത്. അതിൻ്റെ ഒരാവേശമുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്ന 13 വർഷത്തെക്കാളും ഈ ഒരൊറ്റ വർഷം ആസ്വദിച്ച് ജോലി ചെയ്ത വർഷമായിരുന്നു. ഒരു മിനിറ്റ് പോലും സമയമില്ലാതെ ഒരുപാട് വാർത്തകൾക്ക് പിന്നാലെ സഞ്ചരിക്കേണ്ടി വന്നു. എല്ലാം വിശദീകരിച്ച് പറയുന്നില്ല. വലിയ സന്തോഷമുള്ള ഒരു വർഷം തന്നെയായിരുന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചതിൽ എത്രയോ അപ്പുറം കിട്ടി എന്നുള്ളതാണ്. ഒരു ഉഗ്രൻ ടീമാണ് മുകളിലുള്ളത്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം എന്ന് തിരിച്ച് ചോദിക്കുന്ന മാനേജ്മെൻറ്റും എഡിറ്റോറിയലുമുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകൻ്റെ യഥാർത്ഥ ചുമരാണ് അത് എന്നതാണ് എനിക്ക്. ടി വി പ്രസാദ് വളരെ സന്തോഷമുള്ളൊരു കാര്യം, ടി വി പ്രസാദ് ഈ കുടുംബത്തിൽ വന്നപ്പോഴാണ് ടി വി പ്രസാദിൻ്റെ ജീവിതത്തിലും ഒരു മാറ്റം സംഭവിച്ചു. ടി വി പ്രസാദിന് ഒരു കൂരയായി. വളരെ സന്തോഷമുള്ള വാർത്തയായിരുന്നു. നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ പുതിയ വീട്ടിലാണ് ഇനി ടി വി പ്രസാദ് ഉറങ്ങുക എന്നതും സന്തോഷമുള്ളൊരു കാര്യം. അപ്പം ആ സന്തോഷം കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. അപ്പോൾ ഇനി സമയങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാം ടി വി പ്രസാദ്. ഞാനൊന്ന് അല്ലമീനിലേക്ക് പോയി വരാം.